Good morning, all. Welcome to Transportation Planning, Module 3, Lecture 3. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് ദി സ്റ്റഡി ഏരിയ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യാൻ കുറേ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം, സർവേ ചെയ്യാനുണ്ട്. ട്രാവൽ പാറ്റേണിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുണ്ട്, ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുണ്ട്, ലാൻഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ കുറേ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, വി ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ഈ ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഏരിയ സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊരു 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കൺക്ലൂഡ് ദിസ് മൊഡ്യൂൾ. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾസൊക്കെ ദാറ്റ് ഈസ് 4th and 5th and 6th മൊഡ്യൂൾസ് മെയിനായിട്ട് ഡീൽസ് വിത്ത് ദി 4 സ്റ്റെപ്പ് മോഡലിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് എന്ത്, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങൾ 3rd, 4th, 5th പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് പോകാം. അപ്പോൾ എന്താണ് സ്റ്റഡി ഏരിയ എന്ന് നോക്കാം. Study area for which the transportation facilities are being planned is to be defined. We have to define the study area. നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, സ്റ്റഡി ഏരിയ ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ. For the planning at the urban level, the study area should embrace the conurbation containing the existing and potentially continuously built up area of the city. The imaginary line representing the boundary of the study area is termed as external cordon. The area inside the external cordon determines the travel pattern to a large extent. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു വേർഡ് ഉണ്ട്. ഇറ്റ് ഈസ് എക്സ്റ്റേണൽ കോർഡൻ. എക്സ്റ്റേണൽ കോർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഇമാജിനറി ലൈൻ റെപ്രസെൻറ്റിങ് ദി ബൗണ്ടറി ഓഫ് ദി സ്റ്റഡി ഏരിയ. സ്റ്റഡി ഏരിയനെ കവർ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമാജിനറി ലൈനിനെ പറയുന്ന പേരാണെന്ത്, എക്സ്റ്റേണൽ കോർഡൻ ലൈൻ എന്ന് പറയും. അതുപോലെ തന്നെ ഏരിയ ഇൻസൈഡ് ദി എക്സ്റ്റേണൽ കോർഡൻ ഡിറ്റർമൈൻ ദി ട്രാവൽ പാറ്റേൺ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് സർവേഡ് ഇൻ ഡീറ്റെയിൽസ്. Land use pattern and economic activities are studied intensively, and home interview surveys are conducted in this area to determine the travel characteristics. The selection of external coordinate for urban transport study should be carefully done by considering the following factors. നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ കോർഡൻ ലൈന് സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കൺസിഡറേഷൻ ഫാക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ എക്സ്റ്റേണൽ കോർഡൻ ലൈൻ ഷുഡ് സർക്കംസ്ക്രൈബ് ഓൾ ഏരിയാസ് വിച്ച് ആർ ഓൾറെഡി ബിൽറ്റ് അപ്പ് ആൻഡ് ദോസ് ഏരിയാസ് വിച്ച് ആർ കൺസിഡേർഡ് ലൈക്ലി ടു ബി ഡെവലപ്ഡ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് സ്റ്റഡി. അപ്പോൾ എല്ലാ ബിൽട്ടപ്പ് ഏരിയയും പിന്നെ ബിൽട്ടപ്പ് ചെയ്യാതിരിക്കുന്ന ഏരിയ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി കവേർഡ്. Then second one is external coordinate line should contain all areas of systematic daily life of the people oriented towards the city center and should in effect be commutation. അപ്പോൾ ഒരു നമ്മളെ സിസ്റ്റമാറ്റിക് ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം എന്ത്, നമ്മൾ എക്സ്റ്റേണൽ കോർഡൻ ലൈൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദ എക്സ്റ്റേണൽ കോർഡൻ ലൈൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് യൂണിഫോം ഇൻ ഇറ്റ്സ് കോഴ്സ് സോ ദാറ്റ് മൂവ്മെൻറ്റ് ക്രോസ് ഇറ്റ് ഓൺലി വൺസ്. കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം,
ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂണിഫോം. ഒരട്ടം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഡബിൾ ക്രോസിംഗ് ഒന്നും വരത്തക്ക രീതിയിലായിരിക്കരുത് എന്ത് നമ്മൾ എക്സ്റ്റേണൽ കോർഡർ ലൈൻ. External chordal line should be compatible with the previous studies of the area planned for the future. ഇനി നെക്സ്റ്റ് വരുന്നത് സോണിംഗ് ആണ്. സോണിംഗ്, the study area is subdivided into smaller area which is called zones. Zoning എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഏരിയനെ എന്ത് ചെയ്യുക, we are making subdivision. We are dividing the study area into some subdivision. That subdivisions are called in the zones. The purpose of subdivision, the purpose is that it is to facilitate the spatial quantification of land use and economic factors which influence the travel pattern. It is the spatial quantification. It is spatial quantification വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, we are subdividing the study area into number of subparts. The subdivision into zones further help the geographical associating the origin and destination levels. Zone within the study area are called internal zones and those outside the study area are called external zones. അപ്പോൾ സ്റ്റഡി ഏരിയൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ സോൺസ് എന്ന് പറയും. അതുപോലെ തന്നെ സ്റ്റഡി ഏരിയൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് എക്സ്റ്റേണൽ സോൺസ്. അപ്പോൾ നമ്മൾ സോണിങ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ സ്റ്റഡി ഒരു ഏരിയനെ മൊത്തമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സോൺ ബൈ സോൺ ആയിട്ടാണ് എന്ത് ചെയ്യുക ചെയ്യുന്നുണ്ടാവും. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ്. നമ്മൾ ഇന്ത്യ ആസ് ഹോൾ എടുത്താലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സംസ്ഥാനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി പിന്നെ അത് ഡിസ്ട്രിക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പഞ്ചായത്തുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മളെ സ്റ്റഡീൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സോണിങ് ചെയ്യുന്നത്. A convenient system of coding of zones will be useful for the study. Central sectors is designated as 0 and the remaining are designated starting from 1 in clockwise manner. അപ്പോൾ നമ്മൾ സോണിങ്ങിൽ ഓരോ സോൺസും ഒരു സിസ്റ്റമാറ്റിക് കോഡിംഗ് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ സെക്ടർ, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റൊക്കെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, CBD ഒക്കെ നമ്മൾ 0, പിന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് 1, 2, 3, 4 അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ 1, 2, 3, 4, 5, 6 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ചെയ്യാറാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി ലാൻഡ് യൂസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് സോൺസ് ഫോർ എ ട്രാൻസ്പോർട്ടേഷൻ സർവേ. ദ പ്രിഡോമിനൻറ്റ് ലാൻഡ് യൂസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സോൺസ് ആർ റെസിഡൻഷ്യൽ, ഇൻഡസ്ട്രിയൽ, കമേഴ്ഷ്യൽ, ഓപ്പൺ സ്പേസ്, ഷോപ്പിംഗ് എക്സെട്ര. അപ്പോൾ ലാൻഡ് യൂസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സോൺ ചെയ്യാറുണ്ട്. അതാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നത്. The zone should have homogeneous land use so as to reflect accurately the associated trip-making behavior. The anticipated changes in land use should be considered when subdividing the study area into zones. The zones shouldn't be too large, which cause considerable errors in data, or too small, which cause difficulty in analyzing data. ടു ഷോർട്ട് ആയിരിക്കാനും പാടില്ല, അതുപോലെ തന്നെ ടു ലോർജ് ആയിരിക്കാനും പാടില്ല. അപ്പോൾ സോൺ ഷുഡ് ബി പ്രിഫറബിളി ഹാവ് റെഗുലർ ജിയോമെട്രിക് ഫോം ഫോർ ഈസി ഡിറ്റർമിനിങ് ദി സെൻട്രോയിഡ് വിച്ച് റെപ്രസെൻറ്റ് ദി ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ ഒരു റെഗുലർ ജിയോമെട്രിക് ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. സെൻട്രോയിഡ് കണ്ടുപിടിച്ചാലാണ് നമ്മൾ അതിൻ്റെ സെൻട്രോയിഡിൽ നിന്നാണ് നമ്മൾ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സർവേ, ഒരു സോണിൽ നിന്ന് സെൻട്രോയിഡിൽ നിന്ന് വേറെ സോണിലോട്ടുള്ള സെൻട്രോയിഡിലോട്ടുള്ള ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേ നമ്മൾ കണ്ടുപിടിക്കാറ്. സോൺ മസ്റ്റ് ബി കോമ്പാറ്റബിൾ വിത്ത് ദി സ്ക്രീൻ ലൈൻ ആൻഡ് കോർഡർ ലൈൻസ്. അപ്പോൾ സ്ക്രീൻ ലൈനും കോർഡർ ലൈനായിട്ട് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി കോമ്പാറ്റബിൾ. സ്ക്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ത്രൂ ദി സ്റ്റഡി ഏരിയ വിച്ച് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു ചെക്ക് ദി അക്യൂറസി ഓഫ് ഡാറ്റ കളക്റ്റഡ് ഫ്രം ദി ഹോം ഇൻ്റർവ്യൂ സർവീസ്. ഹോം ഇൻ്റർവ്യൂ സർവീസിൽ കിട്ടുന്ന ഡാറ്റയെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു
ലൈനാണെന്ത് സ്ക്രീൻ ലൈൻ എന്ന് പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് ഷുഡ് ബി കൺസിഡേർഡ് വെൻ സബ്ഡിവൈഡിങ് ദി സ്റ്റഡി ഏരിയ ഇൻ ടു സോൺസ്. നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ലാൻഡ് യൂസ് എന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യും, വി ഹാവ് ടു കൺസിഡർ while subdividing the study area into zones. Natural or physical barriers such as canals, rivers, etc. can form the convenient boundary lines. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ബൗണ്ടറി ലൈൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, സോൺസിൻ്റെ ബൗണ്ടറി ലൈൻസ് ആയിട്ട് എടുക്കാം. In addition to the external border lines, there may be a number of internal border lines arranged as concentric rings to check the accuracy of the survey lines. ഇപ്പോൾ ഇൻറ്റേർണൽ കോർഡർ ലൈൻസും എന്ത് ചെയ്യാറുണ്ട്, എക്സ്റ്റേണൽ കോർഡർ ലൈൻസിന് പുറമെ നമ്മൾ ഇൻറ്റേർണൽ കോർഡർ ലൈൻസും കൊടുക്കാറുണ്ട്. കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് എന്തിനാണ്, ഇൻ ഓർഡർ ടു ചെക്ക് ദി അക്യുറസി ഓഫ് ദി സർവേ ഡാറ്റ. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് ഇതാണെന്ത്, നമ്മളെ ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ കോർഡർ ലൈന്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റഡി ഏരിയ വരുന്നത്, മൊത്തം സ്റ്റഡി ഏരിയ വരുന്നത്. ഇതാണ് അതിൻ്റെ പുറത്ത് വരുന്നത്, ഇത് ഇൻറ്റേർണലാണ്, ഇതെന്താണ് അതിൻ്റെ എക്സ്റ്റേണലാണ്. ഇത് എക്സ്റ്റേണൽ ടു എക്സ്റ്റേണൽ മൂവ്മെൻ്റ് ആണ്. നമ്മൾ സ്റ്റഡി ഏരിയൻ്റെ എക്സ്റ്റേണലിൽ നിന്ന് അടുത്ത എക്സ്റ്റേണലിലോട്ട് പോകുന്ന മൂവ്മെൻ്റ് ആണ് ത്രൂ ദി സ്റ്റഡി ഏരിയ. പിന്നെ ഇത് ഇൻറ്റേർണൽ കോർഡർ ലൈൻസ് ആണ്, അപ്പോൾ മൂവ്മെൻറ്റ് വിത്തിൻ ദി സ്റ്റഡി ഏരിയയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇൻറ്റേർണൽ ടു എക്സ്റ്റേണൽ മൂവ്മെൻ്റ് ആണ്, ഇത് ഇൻറ്റേർണൽ മൂവ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻറ്റേർണൽ ടു എക്സ്റ്റേണൽ മൂവ്മെൻ്റ് ആണ്. ഇത് എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ ഈ എല്ലാ മൂവ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺസിഡർ വൈ സ്റ്റഡിങ് വിത്ത് ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ, ട്രാവൽ പാറ്റേണൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ട്രാവൽ പാറ്റേൺസ് എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺസിഡർ. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ. ആ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാനിങ് കൃത്യമായി മാത്രമേ എന്തേ ഉള്ളൂ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൃത്യമാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ഭാഗം കൂടിയുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാൻ അർബൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി അനദർ ക്ലാസ്, ദാറ്റ് ഈസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അർബൻ സ്ട്രക്ചർ പഠിക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.